Hi all, welcome to ReNEET X-ray Chemistry chapter-wise analysis. Today we will be discussing questions from the chapter Aldehydes, Ketones and Carboxylic acid. First question നോക്കാം നമുക്ക്. Consider the following reaction and choose the correct option. Toluene which on reaction with CrO2Cl2 and CS2 carbon disulfide followed by hydrolysis. ഇതൊരു നെയിംഡ് റിയാക്ഷൻ നമുക്കറിയാം. ദിസ് ഇസ് ഇറ്റാർട്സ് റിയാക്ഷൻ അല്ലെ, ഇറ്റാർട്സ് റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് എന്താ കിട്ടുന്നത്? ടൊളുവീനെ ഇറ്റാർട്സ് റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൻസാൽഡിഹൈഡ് ആണ് അല്ലെ. ബെൻസീൻ റിംഗിൽ CH ബെൻസാൽഡിഹൈഡ് പ്രോഡക്റ്റ് വരും. ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കോമ്പൗണ്ട് P is obtained by the hydrogenation of benzoyl chloride with palladium on barium sulfate. നമുക്ക് നോക്കാം. benzoyl chloride which on reaction with benzoyl chloride on hydrogenation with പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ബെൻസാൽഡിഹൈഡ് തന്നെയാണ്. കോമ്പൗണ്ട് P തന്നെയല്ലേ, ബെൻസാൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. സോ ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ്. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓൺ ട്രീറ്റിംഗ് കോമ്പൗണ്ട് P വിത്ത് സാച്ചുറേറ്റഡ് സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ ബ്രിസ്ക് എഫർവെസൻസ് ഇസ് ഒബ്സർവ്ഡ്. ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവുമോ? ഇല്ല. കാർബോക്സിലിക് ആസിഡ് ആയിരുന്നെങ്കിൽ ബ്രിസ്ക് എഫർവെസൻസ് വന്നേനെ. സോ ദിസ് ഇസ് റോങ്. And compound P can be prepared by treating benzene with anhydrous AlCl3 and CH3COCl. Okay, അത് ഏത് റിയാക്ഷനാ? ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ അല്ലേ. ബെൻസീൻ which on reaction with CH3COCl in presence of anhydrous AlCl3. അൺഹൈഡ്രസ് AlCl3 കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു കീറ്റോൺ ആണ്, ആൽഡിഹൈഡ് അല്ല അല്ലേ. COCH3 അസറ്റോഫിനോൺ ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഫോർത്ത് വൺ, ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ബ്രോമിൻ വാട്ടർ കോമ്പൗണ്ട് P gives a white precipitate. കിട്ടുമോ? ഇല്ല. കാരണം CHO ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കോമ്പൗണ്ട് P എന്ന് പറയുന്നത് CHO ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലേ. CHO ഗ്രൂപ്പ് ഇസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. സോ അതും നടക്കില്ല. ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, മൂവിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. The compound that cannot be obtained from aldol condensation reaction shown below is. നമുക്ക് രണ്ട് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആരാണ്? ഒരു ബെൻസാൽഡിഹൈഡ് ആണ് അല്ലെ. ബെൻസാൽഡിഹൈഡ് നമുക്കറിയാം അതിൻ്റെ അകത്ത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കില്ല. നമുക്ക് പിന്നെ നടക്കാൻ ചാൻസ് ഇവർ തമ്മിലുള്ള ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റും കിട്ടും. 1ഉം 2ഉം തമ്മിലുള്ള ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റും കിട്ടും. ആൻഡ് 1ന്റെ സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റും. അത്രയും പ്രോഡക്റ്റ്സ് ആണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. നമുക്ക് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഓപ്ഷനിലേക്ക് നോക്കാം. ആൽഡോൾ കണ്ടൻസേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ് അല്ലേ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ് കിട്ടുന്ന പ്രോഡക്റ്റ്. ആൻഡ് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ദിസ് ഇസ് ആൽഫ, ദിസ് ഇസ് ബീറ്റ ആൻഡ് ദിസ് ഇസ് ഗാമ. ബീറ്റ ഗാമ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഓപ്ഷനിലേക്ക് നോക്കിക്കേ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ് അല്ലേ. ആൻഡ് തേർഡ് ഓപ്ഷൻ ഓൾസോ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. ആൻഡ് ഫോർത്ത് വണ്ണിലും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ സെക്കൻഡും ഫോർത്തും ഐസോമേഴ്സ് ആണ്. ആൻഡ് തേർഡ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഇത് മൂന്നും എന്താണ്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ ബീറ്റ ഗാമയാണ്. അതൊരിക്കലും ആൽഡോൾ കണ്ടൻസേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. തേർഡ് ക്വസ്റ്റ്യൻ, ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് CH3COCl ആൻഡ് AlCl3. അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ബെൻസീൻ വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് CH3COCl ആൻഡ് AlCl3 ഇൻ പ്രസൻസ് ഓഫ് AlCl3 ഗീവ്സ് അസറ്റോഫിനോൺ ആണ് പ്രോഡക്റ്റ്. ആൻഡ് ഇതിനെ നമ്മൾ സെക്കൻഡ് റിയേജന്റ് ഏതാണ്? NaOCl അല്ലേ. NaOCl എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷൻ ആണത്? ഹാലഫോം റിയാക്ഷൻ. ഇവിടെ ക്ലോറോഫോം റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. ക്ലോറോഫോം റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ക്ലോറോഫോം. ഈ രണ്ട് പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് P ആൻഡ് ദിസ് ഇസ് Q. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. ബോത്ത് P ആൻഡ് Q ആർ കാർബണൈൽ കോമ്പൗണ്ട്സ്. നോ. ഇഫ് P is the sodium salt of carboxylic acid, Q is primary alcohol. Q എന്ന് പറയുന്ന പ്രൈമറി ആൽക്കഹോൾ അല്ല, ക്ലോറോഫോം ആണ്. തേർഡ് വൺ, P and Q are aromatic compounds അല്ല. ആൻഡ് ഫോർത്ത് വൺ, if P gives a carboxylic acid on acidification, Q gives a poisonous gas on exposure to air. നോക്കാം.
പി ഇതാണ് അല്ലേ, പി എ നമ്മൾ അസിഡിഫിക്കേഷൻ നടത്തിയാൽ എന്താ കിട്ടുന്ന പ്രോഡക്റ്റ്? യെസ്, കാർബോക്സിലിക് ആസിഡ് തന്നെയാണ് കിട്ടുന്നത്, ബെൻസോയിക് ആസിഡ് ആണ് പ്രോഡക്റ്റ് ആവുന്നത്. ആൻഡ് ക്യൂ ഓൺ ഓക്സിഡേഷൻ എന്ത് കിട്ടും? യെസ്, ക്യൂവിനെ നമ്മൾ എയറിന്റെ പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ യെസ് CuCl2 എന്ന ഫോസ്ജീൻ എന്ന പോയിസണസ് ഗ്യാസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ അപ്പം ഫോർത്ത് ഓപ്ഷൻ ആണ് അല്ലേ. ഓക്കെ, സോ താങ്ക് യു ഓൾ.